നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായിട്ടുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. നീ ആരാണ് എന്ന് നിനക്ക് മനസ്സിലാവണം. അത് മുത്തശ്ശൻ മനസ്സിലാക്കി തന്നത് ഒരു എളുപ്പ വഴിക്കാണ്. അന്നാണ് അദ്ദേഹം അദ്വൈതത്തിൻ്റെ വിത്ത് എൻ്റെ മനസ്സിൽ പാകിയത്. അദ്ദേഹം ചോദിച്ചു, ഇത്രയും വലിയ ഈ സങ്കീർണമായ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടോ ഇല്ലയോ ചോദിച്ചാൽ നീ എന്താ പറയുക? ബുദ്ധിയുള്ള ആരും എന്ത് പറയണം? ഉണ്ട് എന്ന് തന്നെ പറയണം. ആ ശക്തി ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മുക്കിലാണ് എന്ന് പറഞ്ഞാൽ മതിയാവുമോ? അതെങ്ങും നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയണ്ടേ? വേണം. അങ്ങനെ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഞാനും നീയുമൊക്കെ അതിലാണല്ലോ കഴിയുന്നത്. അതുകൊണ്ട് അത് നമ്മളിലും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോകുന്നതായതുകൊണ്ട് നമ്മിലാകെയുള്ള സ്ഥിരമായിട്ടുള്ള കാര്യം ഈ പറഞ്ഞ അസ്തിത്വമാണല്ലോ ശാശ്വതമായിട്ടുള്ളത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അതാണ് നീ എന്ന്. നീ അതാണെങ്കിൽ നീ മാത്രമല്ല, ചുറ്റും കാണുന്ന എല്ലാതും അതാണ്. കല്ലും മരവും ചെടിയും പുൽക്കൊടിയും ഉൾപ്പെടെ, മഹാമേരു ഉൾപ്പെടെ എല്ലാം അതുതന്നെയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്ന് മാത്രമല്ല, എല്ലാം ഉണ്മകളും ആണ്. കുട്ടിക്കാലത്തെ ഒരു സംശയത്തിന് മറുപടിയായി മുത്തച്ഛൻ പാകിയ അദ്വൈതത്തിന്റെ വിത്തുകളെ കുറിച്ച് പറയുകയുണ്ടായി. ഒരുപക്ഷെ ഇതിലും ലളിതമായി അദ്വൈത സങ്കല്പത്തെ ആർക്കെങ്കിലും വിവരിക്കാൻ സാധിക്കുമെന്ന് തോന്നിപ്പോയി. താങ്കളുടെ തന്നെ എല്ലാം മായ്ക്കുന്ന കടൽ എന്ന നോവലിലൂടെ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതനാണ് ഈ മുത്തച്ഛൻ. എങ്കിലും നമ്മുടെ ഈ സംസാരത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മുത്തച്ഛനിൽ നിന്നും കുട്ടിക്കാലത്ത് ലഭിച്ച അറിവിന്റെ മുത്തുകൾ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന അത്തരം അറിവുകളെ ഒന്നുകൂടി ഓർത്തെടുക്കാം. തോരാതെ മഴ പെയ്യുന്ന കർക്കിടകത്തിൽ ഭൂമുഖത്തിണ്ണയിൽ എന്നെ മടിയിലിരുത്തിയിരുന്ന് എൻ്റെ ശിരസിൽ തടവി നാമം ജപിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശൻ പാടിത്തന്നതാണ് എൻ്റെ വേദാന്തത്തിലെ ആദ്യ പാഠങ്ങൾ. താളത്തിൽ എൻ്റെ ശിരസിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ താടി, ആ താളത്തിന് അടർന്നു വീഴുന്ന അക്ഷരങ്ങൾ, എനിക്ക് അർത്ഥമറിയാത്ത അക്ഷരങ്ങൾ, അതെവിടെയൊക്കെയോ എൻ്റെ ഉള്ളിൽ കുടിയേറിയിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പാടിത്തന്നതിൻ്റെ അർത്ഥം ഈ ചെറിയ എനിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തന്നു തുടങ്ങി. അദ്ദേഹം എന്നെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, ജീവൻ എന്നത് എവിടെയാണ് വളരുന്നത്? ഒരു വിത്തിൽ അതുണ്ട്. മരത്തിൽ വിത്തുണ്ട്, വിത്തിൽ ജീവൻ ഉണ്ട്. പൃഥിവി എന്ന് പറയുന്ന ഭൂമി പുണ്യഗന്ധം ഉള്ളതാണ്. ആ ഗന്ധമാണ് ചെടികളെ വളരാൻ സഹായിക്കുന്നത്. അങ്ങനെ വളർന്നുണ്ടാകുന്ന ചെടികളാണ് നമുക്ക് അന്നം തരുന്നത്. ആ അന്നമാണ് നമ്മളെ കാത്തുപോരുന്നത്. കൃഷി എന്നത് വളരെയേറെ ആകർഷകമായ, അഭിലഷണീയമായ ഒരു ജോലിയാണ്. പച്ചിലകളൊക്കെ കൂടിച്ചേർന്ന് ലയിച്ച മണ്ണ് കൂട്ടി ഉഴുത് കുഴമ്പ് പ്രായത്തിലാവുമ്പോൾ അതിനൊരു ഗന്ധമുള്ളത് മാദകമായ ഒരു സുഗന്ധമാണ് എന്ന് എനിക്ക് അനുഭവപ്പെടുത്തി തന്നത് മുത്തച്ഛനാണ്. സർപ്പക്കാവ് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു തന്നു, ഇതിനകത്ത് പാമ്പുകൾ ഉള്ളത് കൊണ്ടല്ല നമ്മൾ ഈ കാവ് പുലർത്തുന്നത്. സർപ്പം എന്നത് കാലത്തിൻ്റെ പ്രതിനിധിയാണ്, പ്രതീകമാണ്. മഹാവിഷ്ണു ചുരുണ്ട് കിടക്കുന്ന, നിവരാത്ത, ഒരിക്കലും ഉണർന്നിട്ടില്ലാത്ത കാലത്തിൻ്റെ മെത്തമേലാണല്ലോ ശയിക്കുന്നത്. അന്ന് കാലമില്ല, കാരണമില്ല, കാര്യമില്ല, ഒന്നുമില്ല. പിന്നെ ഈ പ്രപഞ്ചമുണ്ടായപ്പോൾ കാലത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ
സർപ്പത്തെ കരുതുന്നു. ഈ സർപ്പം അല്ലെങ്കിൽ സർപ്പക്കാവ് ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു ശേഖരമാണ്, ഭണ്ഡാരം ആണ്, ഒരു ഡൈവേഴ്സിറ്റി പ്രിസർവ് ആണ്. എങ്ങനെയിരുന്നു ഭൂമി പണ്ടുകാലത്ത് എന്ന്, നമ്മളതിനെ എങ്ങനെ മാറ്റി എന്ന്, പണ്ടുകാലത്ത് ഇരുന്നതിനെയൊക്കെ കുറേയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് നാളെയുടെയും ആവശ്യമാണ് എന്ന് സർപ്പക്കാവ് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു തന്നു. പുഴയിലേക്ക് കൊണ്ടുപോയി കൈക്കുടന്നയിൽ ഒരു കുടന്ന വെള്ളം കോരി എൻ്റെ ചെവിയിൽ കാണിച്ച് ചോദിച്ചു, നിനക്ക് ഈ വെള്ളത്തിൽ കടലിൻ്റെ ഇരമ്പം കേൾക്കാൻ കഴിയുമോ എന്ന്. എവിടെ കഴിയാനാ? കഴിയണം എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. നിൻ്റെ ചെറിയ മനസ്സിനകത്ത്, ബോധത്തിനകത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മർമ്മരമുണ്ട്, അത് കേൾക്കാൻ നിനക്ക് സാധിക്കണം എന്നാണ് പറഞ്ഞു തന്നത്. തന്നെയല്ല, എൻ്റെ ശാസ്ത്ര അഭിരുചിക്ക് ആക്കം കൂട്ടാനായിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ ഈ പുഴയിലേക്ക് വാ. ഇവിടുത്തെ വെള്ളാരങ്കലെടുത്താൽ നിനക്ക് ഖനിജ ശാസ്ത്രം പഠിക്കാം. ഇവിടുത്തെ ചെടികൾ നോക്കിയാൽ നിനക്ക് ഔഷധശാസ്ത്രവും സസ്യശാസ്ത്രവും പഠിക്കാം. ഇവിടുത്തെ മീനുകളെയും കക്കകളെയും നോക്കിയാൽ നിനക്ക് ജീവശാസ്ത്രം പഠിക്കാം. ഇവിടെയുള്ള പുഴയുടെ ഒഴുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ജലപ്രവാഹങ്ങളെന്ന് നിനക്ക് പഠിക്കും. ഹൈഡ്രോളിക്സ് ഒക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഫ്ലൂയിഡ് നോക്കിയാൽ ഫ്ലൂയിഡ് ഫ്ലോ. ഇവിടെ മലർന്നു കിടന്ന് മേലോട്ട് നോക്കിയാൽ നക്ഷത്രങ്ങൾ എപ്പോഴാണ് ഉദിക്കുന്നത്, അസ്തമിക്കുന്നത്, എങ്ങനെയാണ് നക്ഷത്രം നോക്കി സമയം കണക്കാക്കുന്നത് ഒക്കെ നിനക്ക് പഠിക്കാം. ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു തന്നു. തിരുവാതിര തീക്കട്ട പോലെ എന്നൊക്കെ, മകീരം നുകം പോലെ എന്നൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പത്തിലാണ്. അങ്ങനെ എൻ്റെ സർവകലാശാലയാക്കി പുഴയെ മാറ്റിയത് മുത്തച്ഛനാണ്. അതുപോലെ കാളിദാസാദി മഹാകവികളെക്കുറിച്ച് പറഞ്ഞു തന്നു. നാട്ടുനടപ്പുള്ള വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തരംതിരിച്ച് കാണിച്ചു തന്നു. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഈ ജീവിതത്തിൽ ആവശ്യമായ പാഠങ്ങൾ മുഴുക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ എനിക്കൊരു 12 വയസ്സ് കഴിഞ്ഞ കാലത്ത് ആ പിറന്നാളിന് അദ്ദേഹം ഒരു ഗീതാ പുസ്തകം എനിക്ക് സമ്മാനിച്ചു. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ഇതൊരു പൊതിക്കാത്ത തേങ്ങയല്ലേ എന്ന് ചോദിച്ചു. ഈ വയസ്സിൽ എനിക്കിതുകൊണ്ട് എന്താ പ്രയോജനം എന്നാണ് മുത്തശ്ശി ചോദിച്ചത്. മുത്തശ്ശൻ പറഞ്ഞു, നിനക്കറിയില്ല, അത് പൊതിക്കാത്ത തേങ്ങയല്ല, അത് മുളയ്ക്കേണ്ടുന്ന തേങ്ങയാണ്. അതിനകത്ത് ഒരു കൽപ്പവൃക്ഷം ഒതുങ്ങി ഇരിപ്പുണ്ട്. പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ വ്യാഖ്യാനത്തോടു കൂടിയ ഒരു ഗീതയായിരുന്നു അത്. അതെൻ്റെ നിത്യപാരായണ ഗ്രന്ഥമായി മാറി. അതിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചത് എന്നും എൻ്റെ സംശയങ്ങൾക്ക് പരിഹാരമുണ്ടായത് എന്നും സന്തോഷത്തോടു കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു. ഈ പുസ്തകം എനിക്ക് തന്നിട്ട് ആ കൊല്ലത്തെ ഉത്തരായണം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ അനാഥനാക്കി കടന്നുപോയി എന്ന് പറയുമ്പോൾ ആ ഒരു ശൂന്യത ഇപ്പോഴും എൻ്റെ ചുറ്റും എന്നെ വളരെയേറെ സങ്കടപ്പെടുത്തി നിലകൊള്ളുന്നു. പക്ഷേ ഒരു വലിയ കയ്യ് എൻ്റെ ശിരസ്സിൽ അനുഗ്രഹമായിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നു.